കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഭൂരിപക്ഷം സ്ത്രീകൾക്കും പ്രയോജനപ്പെടില്ലെന്ന കണക്കുകൾ. ബഹുഭൂരിപക്ഷം ജില്ലകളിലും ഓർഡിനറി ബസ്സുകളുടെ എണ്ണം പരിമിതമാണ്. വടക്കൻ കേരളത്തിൽ ബസ്സുകളുടെ എണ്ണം വളരെ കുറവ്. കെഎസ്ആർടിസി പ്രതിദിന നഷ്ടം 2 കോടിയെന്ന മന്ത്രി CP ജോൺ. എന്നാൽ ഈ തുക കെഎസ്ആർടിസിക്ക് മുൻകൂർ ലഭിക്കുമോ എന്ന വിഷയത്തിൽ മന്ത്രിക്കും വ്യക്തതയില്ല. ഈ മാസം 15 മുതൽ ആരംഭിക്കുന്ന സ്ത്രീകളുടെ KSRTC ബസ്സിലെ സൗജന്യ യാത്ര ബഹുഭൂരിപക്ഷം ജില്ലകളിലെയും സ്ത്രീകൾക്ക് പ്രയോജനപ്പെടില്ല എന്ന് തന്നെയാണ് ആ കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്ന വസ്തുത. കാരണം ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വടക്കൻ കേരളത്തിൽ പല ജില്ലകളിലും നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടാനുള്ള സാധ്യത കുറവാണ്. ജില്ലകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആകെ 3125 ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത് എന്നതാണ് KSRTCയുടെ കണക്ക്. ജില്ലകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാസർഗോഡ് 128, കണ്ണൂർ 205, വയനാട് 172, കോഴിക്കോട് 156, മലപ്പുറത്ത് വെറും 98 മാത്രം, പാലക്കാട് 122, തൃശ്ശൂരിൽ 153, എറണാകുളത്ത് 325, ഇടുക്കിയിൽ 125, കോട്ടയത്ത് 162, ആലപ്പുഴയിൽ 227, പത്തനംതിട്ടയിൽ വെറും 150 ബസ്സുകൾ മാത്രം, കൊല്ലത്ത് 415, തിരുവനന്തപുരത്ത് 687 എന്നിവയാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ, ഈ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഈ ഓർഡിനറി ബസ്സുകളിൽ അളവ് കുറവായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സമ്പൂർണ്ണമായി പ്രയോജനപ്പെടാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ നഷ്ടം പ്രതിദിനം ഏകദേശം 2 കോടിയുടെ നഷ്ടമുണ്ടാവുമെന്നാണ് പ്രാഥമിക കണക്ക്. അത് മുൻകൂട്ടി നൽകിയാൽ മാത്രമേ KSRTCയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അക്കാര്യത്തിലും ഇന്ന് വകുപ്പ് മന്ത്രിയായിട്ടുള്ള CP ജോണിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഡീസൽ അടിക്കും, വണ്ടിയും പോവും. സംവിധാനം വിശദമായി, അതായിരുന്നു ഞങ്ങളുടെ ഒരാഴ്ചത്തെ ജോലി. ചെയ്യും, തീരുമാനമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ UDFന്റെ വാഗ്ദാനത്തിൽ പറഞ്ഞിരുന്ന KSRTCയിലെ മുഴുവൻ ബസ്സുകളിലും, അത് ഫാസ്റ്റ് പാസഞ്ചർ ആണോ എന്ന് നോക്കാതെ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര സാധ്യമാകുകയുള്ളൂ. മറിച്ച് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണെങ്കിൽ പല ജില്ലകളിലെയും സ്ത്രീകൾക്ക് ഇത് പ്രയോജനപ്പെടില്ല എന്ന സൂചനകൾ തന്നെയാണ് KSRTCയിൽ നിന്ന് പുറത്തുവരുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.